അതായത് ഇവർ ഈ കാര്യങ്ങൾ പഠിക്കാതെ ഇതൊക്കെ പറയുന്നത്. കാരണം KSRTCക്ക് ഒരു നഷ്ടവും അറിയോ? അല്ല, അവരുടെ ആശങ്ക എന്താന്ന് വെച്ചാൽ KSRTC ഇപ്പൊ അവര് കഴിഞ്ഞ 10 വർഷം നടന്ന പോലെ ആയി പോകും എന്നുള്ളതാണ് ആശങ്ക. അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇത് ഗവൺമെന്റ് പറഞ്ഞ സൗജന്യം എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി KSRTCക്ക് ഇല്ല. 10 വർഷം കൊണ്ട് LDF ഭരിച്ചപ്പോ ഒരു പുതിയ ബസ് വാങ്ങിയിട്ടില്ല. അവസാന കാലഘട്ടത്തിലാണ് 150 ബസ്സുകൾ മാത്രം KSRTCക്ക് വാങ്ങിയിട്ടുള്ളത്. ബസ് പോലും വാങ്ങാതെ ഈ യാത്രക്കാരെ ഞങ്ങൾ എവിടെ കൊണ്ടുപോകും? 10 വർഷം കൊണ്ട് ഒരു ബസ് പോലും വാങ്ങാതെ ഈ പറഞ്ഞ ആവശ്യങ്ങൾ ഞങ്ങൾ എങ്ങനെ നിറവേറ്റും? അത് മാത്രമല്ല, ഈ ഓടുന്ന ബസ്സുകൾ 1800ഓളം ബസ്സുകൾ ഇലക്ട്രിക് ബസ്സുകൾ വന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് 110 ഇലക്ട്രിക് ബസ്സുകൾ. 6000 അതിൽ തന്നെ 1800ഓളം ബസ്സുകൾ 15 വർഷത്തിന് അപ്പുറം കൂടുതൽ പഴക്കമുള്ള ബസ്സുകളാണ്. അതിന്റെ കൂട്ടത്തിൽ ആ ബസ് ഓടിക്കുന്ന ജീവനക്കാരന്റെ മാനസികാവസ്ഥ അടിസ്ഥാനത്തിലെ ബസ് വാങ്ങിയില്ല. രേഖയാണ്, വിവരാവകാശ രേഖ. 1800ഓളം സ്ക്രാപ്പ് ചെയ്യേണ്ട ബസ്സുകളാണ്. അത് കാലാവധി നീട്ടി കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇതിനകത്ത് ജോലി ചെയ്യുന്ന മാനസികാവസ്ഥ, ഞങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്? ഇടത്തോട്ട് പോകാന്ന് പറയുമ്പോൾ വലത്തോട്ട് പോകുന്ന ബസ്. ഈ 18 വർഷം ആ ജീവനക്കാരുടെ ഒരവസ്ഥ. പിന്നെ അസ്വസ്ഥരായിട്ടുള്ള ഒരു ജീവനക്കാര് എങ്ങനെ ഈ ബസ് കൊണ്ടുപോകും? ഈ ഹൈറേഞ്ചിലൊക്കെ ഇത്രയും പഴക്കമുള്ള ബസ്സുകളുടെ ജീവനക്കാരുടെ ഡ്രൈവർമാരുടെ അവസ്ഥ എന്താണ്? പിന്നെ അസ്വസ്ഥത എന്ന് പറയാൻ കാരണം, ഒരു ജീവനക്കാരൻ 4.5 ദിവസം കൂടുമ്പോൾ ഒരു ജീവനക്കാരൻ KSRTCയിൽ മരണപ്പെടുകയാണ്. വേറെ ഏത് ഡിപ്പാർട്ട്മെന്റിലുണ്ട് ഈ ഒരു അവസ്ഥ? 4.5 ദിവസം കൂടുമ്പോൾ ഒരു ജീവനക്കാരൻ മരണപ്പെടുന്നു. അതിന്റെ കാരണങ്ങൾ എന്താണ്? പിന്നെ 2016 മുതൽ ഇക്കൊല്ലം മാത്രം 32 ജീവനക്കാരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ കാരണം തൊഴിലാളി വിരുദ്ധരായിട്ടുള്ള ഉത്തരവുകൾ. അതായത് 16 ഡ്യൂട്ടി ചെയ്തില്ല. എങ്ങനെ മരിക്കുന്നു? ഹൃദയസ്തംഭനമാണ് ഭൂരിഭാഗം കാരണം. സ്ട്രോക്ക് അതിന്റെ അപ്പുറം. ഇതിലധികം പേര് ഈ സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട്. സ്ട്രോക്ക് ഒക്കെ ചികിത്സ ചെയ്ത് കിടക്കുന്നവരുണ്ട്. പിന്നെ ഇതിന്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ തൊഴിലാളി സ്വസ്ഥമായി ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ വയ്യ. അതായത് 70 പേരുള്ള ഒരു വണ്ടിക്കകത്ത് ഏതെങ്കിലും യാത്രക്കാരൻ അറിയാതെ അല്ലെ ബോധപൂർവം അല്ലാതെ ഒരാൾ ടിക്കറ്റ് എടുക്കാൻ വിട്ടുപോയാൽ ആ ജീവനക്കാരന് കണ്ടക്ടർക്ക് 5000 രൂപയാണ് ഫൈന്. അത് ഞങ്ങൾ എങ്ങനെ മനസ്സമാത്രത്തോടെ ജോലി ചെയ്യും? എങ്ങനെ ജോലി ഞങ്ങൾക്ക്? അതുപോലെ 16 ഡ്യൂട്ടി തികഞ്ഞില്ലെങ്കിൽ ആ ജീവനക്കാരൻ ആ മാസത്തെ ശമ്പളം നൽകുന്നില്ല.